അങ്ങനെ ക്രിസ്മസ് പരീക്ഷയും തുടങ്ങിയില്ലേ. ആരാധ്യമൊക്കെ ഒന്ന് രാവിലെ ആയിരുന്നു കേട്ടോ ക്ലാസ്, മോൻ ഉച്ചയ്ക്കാണ് പരീക്ഷ. അത് ആരാധ്യമോളെ പറഞ്ഞു വിടുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുളിയും ചായ കുടിക്കലൊക്കെ കഴിയുന്നുണ്ട്. എനിക്കും ഒന്ന് പോകാനുള്ള ദിവസമാണ്. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണിന് എനിക്ക് പോകാനുള്ള ദിവസം ഒരു ജഗപൊക്കെ മുടിയൊക്കെ കെട്ടണം, പിരികെ എഴുതണം, പൊട്ട് തൊടണം ഒക്കെ വേണം. എനിക്ക് പോകാനുള്ള ദിവസം മുടിയും കെട്ടണ്ട, ഒന്നും ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് ഇതാ പൗഡറിൻ്റെ ഒക്കെ തട്ടിക്കളയുന്നുണ്ട്, എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട്. മുടി കെട്ടാനാണെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുക, എങ്ങനെയൊക്കെയോ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ മുടി. ഇതാ അതുപോലെ പിരികൊക്കെ എഴുതി കൊടുത്ത് കുഞ്ഞിപ്പെണ്ണിൻ്റെ അറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും മുന്നേ വേഗം തന്നെ ചായ കുടിക്കായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഉച്ചയ്ക്കായിട്ട് ക്ലാസ്, എനിക്ക് 1:15 അവന് 1 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ വേഗം ചായ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താ ടി വി തുറന്നിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. ചായ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണലൊരു വിനോദമായിട്ട് അങ്ങനെയൊക്കെ പെങ്ങൾക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ഓടി പാത്രങ്ങളൊക്കെ കഴുകി വേഗം കഴുകി. എത്ര കഴുകിയാലും പണി തീരാത്തൊരു പരിപാടിയാണല്ലേ ഈ പാത്രം കഴുകൽ. എന്തായാലും കഴുകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി ഓടി പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി വെച്ച് ഓടിപ്പോയി രണ്ടുപേരും കുളിച്ച് വന്ന് നേരെ മാറ്റിയിട്ടോ. നേരെ അമ്പലത്തിൽ പോയി ഇന്ന് നല്ല ഭക്ഷണം ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ ചോറ് കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് പോകാമെന്നിട്ട് വിചാരിക്കുന്നത്, അന്നദാനം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ ഓടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചാട്ടോ എത്തിയത്. ആരാധ്യമൾ കുളിക്കാൻ ഓടിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുക കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നട്ടിച്ച് വെയിലിന് പോയതുകൊണ്ട് നല്ല തലവേദനയുണ്ട്. വേഗം തന്നെ കുറച്ച് കട്ടൻ ചായ ഇട്ട് കുറച്ച് ബ്രെഡൊക്കെ ചായയിൽ മുക്കി കഴിച്ചു കേട്ടോ. പിന്നെ അതൊന്നും കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ചോറ് കഴിച്ചേ. അങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ച് നേരെ ക്ഷീണമൊക്കെ മാറി നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. 2-3 വഴുതന ഉണ്ടായിരുന്നു, പറിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണേ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അത് മോള് കാണിച്ചത്, അമ്മയെ പറിച്ചില്ലേ പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ആകെ 2 വഴുതനേ ഉള്ളൂ കേട്ടോ. കുറച്ച് 2 വഴുതനയും കുറച്ച് വെണ്ടക്കായ ഉണ്ട്. പക്ഷേ നാളത്തേക്ക് വെച്ചാൽ അത് മൂത്ത് പോയി. ഈ മരവെണ്ട എന്ന് പറയുന്നത് ഇന്ന് പൂവിടുമ്പോൾ 2 ദിവസം കൊണ്ട് കായ് ഉണ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് മൂത്ത് പോവുകയും ചെയ്യും. പക്ഷേ എന്നും കായ് കിട്ടും കേട്ടോ. നമുക്ക് ഈ തൈ ഉണങ്ങുന്നവരെ എന്നും കായ് പറിക്കാൻ ഉണ്ടാവുക. ഇതൊക്കെ ആരൊക്കെ വീട്ടിലുണ്ട് ഈ മരവെണ്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2 വഴുതനയും കുറച്ച് വെണ്ടയ്ക്കയൊക്കെ പറിച്ചെടുത്ത് ഞങ്ങളിങ്ങനെ മുറ്റത്ത് കൂടെ കുറച്ച് നടന്ന് അപ്പോഴേക്കും പിന്നെ സന്ധ്യ ഇവിടെ കത്തിക്കാനാവാറായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. പറ്റാറ്റ ബേബി സീ യു.